നിങ്ങൾ മണിപ്പൂരിലേത് ആവർത്തിച്ച് പറയുന്നു. മണിപ്പൂരിനേക്കാൾ ഭയാനകമായ ഒന്ന് നടന്നതാണ് ഒറീസയിലെ കന്ധമാൽ. അന്ന് സോഷ്യൽ മീഡിയയുടെ അത്ര വലിയ പോപ്പുലർ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കന്യാസ്ത്രീക്ക് സംഭവിച്ച വലിയ അവരെ എങ്ങനെയൊക്കെയാണ് പബ്ലിക്കലി അവരെ 2 പോലീസുകാരുടെ ഇടയിലേക്ക് അഭയം തേടി ചെന്ന് അവരെ പോലീസുകാർ അവരെ ഇരുത്തി. അതിന് പിന്നാലെ കാപാലികർ RSS സംഘപരിവാർ കാപാലികർ ഓടി വന്നപ്പോ അവരുടെ കയ്യിലേക്ക് ഇവരെ പിടിച്ചുകൊടുത്ത പോലീസുകാർ. അതിനുശേഷം ആ പകൽ നേരത്തെ ഇത്രയും ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ അവരെ വിവസ്ത്രയാക്കി, ഒരൊറ്റ വസ്ത്രം പോലും ഇല്ലാതെ അവരുടെ മുഴുവൻ വസ്ത്രവും അഴിച്ചുമാറ്റി അവരെ റേപ്പ് ചെയ്ത് കൊണ്ടുപോയ സാഹചര്യമുണ്ട്. അതിന് അവരുടെ സ്റ്റേറ്റ്മെന്റ് പോലും ഒറീസയിൽ എടുക്കാൻ, ഒരു സ്ഥലത്തും എടുക്കാൻ പോലീസിനോ അതോ കോടതിക്കോ പറ്റാത്തത് കൊണ്ട് അവരെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു. CBCI കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ആണ് കൊണ്ടുവന്നത്. അങ്ങനെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് കൊണ്ടുവന്നാൽ വിവരം ലീക്കായി. എങ്ങനെയോ അറിഞ്ഞു പ്രസ് ഇവരിവിടെ ഉണ്ടെന്ന്. അങ്ങനെ വീണ്ടും എന്നെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് അവരുണ്ടായിരുന്നിടത്തിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ഒറീസയിലെ ടോപ്പ് ഒഫീഷ്യൽസ്, പോലീസ് ഒഫീഷ്യൽസ് മുഴുവൻ എന്റെ വീട്ടിൽ വന്ന് 5 ദിവസം എന്നോടൊപ്പം ഇരുന്നാണ് അവരുടെ മൊഴി കൊടുത്തത്. എന്നോടൊപ്പം അത് ഞാൻ അവര് എന്റെ കയ്യിൽ ആ 5 ദിവസവും മുറുകെ പിടിച്ചത് ഞാൻ. ഒരുപക്ഷെ അവര് കടന്നുപോയ എല്ലാ